ഹലോ, നമ്മളെ മഞ്ഞോടിയിൽ ഒരു ഫുഡ് ട്രക്ക് വന്നിട്ടുണ്ട് എന്ന് കേട്ടിട്ട് വന്നതാണ്. തലശ്ശേരിയിൽ നിന്ന് കണ്ണൂരേക്ക് പോകുമ്പോൾ നടാല് ഗേറ്റിന്റെ അരിയത്ത് ഒരു സൂര്യ റെസിഡൻസി നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അവരുടെ ഒരു ഔട്ട്ലെറ്റ് ആയിട്ടാണ് ഇവരിവിടെ സ്റ്റാർട്ട് ചെയ്തത്. ഇവരിവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ആംബിയൻസ് ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ എടുത്തു പറയണം, നല്ല അടിപൊളി വൈബ് സ്ഥല. അതുപോലെ തന്നെ പാർക്കിങ്ങും കണ്ടമാനുണ്ട് കേട്ടോ. ഞാനിപ്പോ ഒരു ഉച്ച സമയത്താണ് വന്നത്, പക്ഷെ നിങ്ങൾ രാത്രി വരുന്നതാണെങ്കിൽ നല്ല പൊള്ളി മൂടായിരിക്കും. ഇവിടെ എന്തെല്ലാം ഐറ്റംസ് ഉണ്ട് എന്നല്ലോ ഈ മെനു കാർഡിൽ നോക്കി ഞങ്ങൾക്ക് തിരിയും. നമ്മൾ ദോശ തിന്നണം എന്നുള്ള ഒരു മോഹത്തിൽ വന്നോണ്ട് തന്നെ ഒരു പനീർ ദോശയും അതുപോലെ തന്നെ ചിക്കൻ ദോശയാണ് പറഞ്ഞത്, കൂടാനായിട്ട് ചായയും. രണ്ടും കാണാനൊക്കെ സെയിം തന്നെയാണ്. ഞാൻ പറഞ്ഞത് ചിക്കൻ ദോശയാണ്. അതാണ് ഈ കാണുന്ന സാധനം. നല്ല ഫീലിങ്സ് ഉണ്ട്. പിന്നെ ഇതാണ് ഇവിടുത്തെ പനീർ ദോശ. ഞാൻ ഇവിടുത്തെ ചിക്കൻ ദോശയിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. ഈ ഒരു ടൈപ്പ് ദോശ ഞാൻ ആദ്യമായിട്ടാണ് പുറത്തുനിന്നൊക്കെ കഴിക്കുന്നത്. ഇതിന്റെ ടേസ്റ്റ് പറയുന്നതാണെങ്കിലും എനിക്കൊരു കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ബട്ട് ഈ കാണുന്ന ഒരു പനീർ ദോശ ഉണ്ടല്ലോ, ആ സാധനം പൊളിയാട്ടാ. എനിക്ക് ചിക്കൻ ദോശനേക്കാളും കൂടുതൽ ഒരു പടി ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ പനീർ ദോശയാണ്. ആ മസാല കുതിർന്നിട്ടുള്ള പനീർ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടാ. അതിന്റെ അർത്ഥം ചിക്കൻ ദോശ തീരെ കൊള്ളൂല എന്നല്ല, കുറച്ചും കൂടി ടേസ്റ്റ് വൈസും അതുപോലെ തന്നെ കോമ്പിനേഷൻ വൈസും പനീറാണ് ബെറ്റർ എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് രണ്ടിനും ഇവര് 110 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ഇവിടെ വന്ന നിങ്ങൾ ചായ കുടിക്കുന്നവരാണെങ്കിൽ ചായ മിസ്സാക്കണ്ട കേട്ടാ, നല്ല അടിപൊളി ചായ. പിന്നെ അവസാനം മസാല ദോശക്ക് സങ്കടമാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു മസാല ദോശയും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ അടുത്ത് കഴിച്ചതിൽ വെച്ചിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് മസാല ദോശ ഇതാണെന്ന് ഞാൻ കണ്ണും പൂട്ടി പറയും. ഇവിടെ വരുന്നവര് ഇവിടെ മസ്റ്റ് ആയിട്ട് അതൊന്ന് കഴിച്ചു നോക്കണം കേട്ടോ. പിന്നെ ഇവര് ട്രെക്കിന് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേരാണ് ഇട്ടിരിക്കുന്നത്, സ്റ്റീം ബൂംബ. അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മൾ തലശ്ശേരി ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലില്ലേ, അത് കഴിഞ്ഞ വടഞ്ഞ ഒരു ടേണിംഗ് ഉണ്ട്, അവിടെയാണ് ഈ ലൊക്കേഷൻ വരുന്നത്.